എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാൾ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്കും അങ്ങനെ സോഷ്യൽ മീഡിയയൊക്കെ വഴി കണ്ട് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത്. പാലക്കാട് തന്നെയാണ്. ലാസ്റ്റത്തെ വീഡിയോയും പാലക്കാട് തന്നെയായിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം പാലക്കാട് ഫോർട്ട് പോയിട്ട് അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഏത് സ്ഥലമാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കിക്കേ, ഈ ഭാഗങ്ങളൊക്കെ കാണുമ്പം ഇവിടെ പോയിട്ടുള്ളവർക്കൊക്കെ മനസ്സിലാവും. അങ്ങോട്ട് കയറി ചെല്ലുന്ന അവിടെ കാണുന്ന കാഴ്ചയുണ്ടല്ലോ, ഭയങ്കര രസമാണ് കേട്ടോ. എത്ര നാളത്തെ ആഗ്രഹമാണെന്നറിയോ ഇവിടെ ഒന്ന് വരണമെന്ന്. വേറെ എവിടെയല്ല, നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് താമരപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ്. ചെന്നങ്ങോട്ട് കയറുമ്പോഴേ ഒരു കുളിർമയാണ് കേട്ടോ. പച്ചപ്പ് ഹരിതാഭം നിറഞ്ഞ ഒരു ഗ്രാമം. നെൽപ്പാടങ്ങൾക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടോയെന്ന് തോന്നിപ്പോവും. അതുപോലെ ഭംഗിയാണ് ഈ സ്ഥലത്തിന്. ചുമ്മാ അതല്ല, റീൽസും ഇതൊക്കെ ഏത് റീലിട്ടാലും ഈ കൊല്ലങ്കോട്ടെ റീലൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ക്ലിക്കാകുന്നത് അല്ലേ. അത്ര ഭംഗിയായിട്ട് എല്ലാവരും കണ്ടിരുന്നു പോകും. അതുപോലത്തെ വീഡിയോസാണ് നമുക്ക് മറ്റേ സോഷ്യൽ മീഡിയയിലോട്ടൊക്കെ കാണാൻ കഴിയുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ അയ്യോ എന്നിങ്ങനെ പറഞ്ഞു പോകും. അതുപോലെ ഭംഗിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് നെല്ലൊക്കെ വിളഞ്ഞ് മൂത്ത് കിടക്കുന്ന സമയം, അതുകൊണ്ട് നല്ല സ്വർണ്ണ കളറിൽ കിടക്കുമായിരുന്നു കേട്ടോ. പിന്നെ വഴി സൈഡിലൊക്കെ നോക്കിക്കേ, ഓരോ വീടുകളിലും ഉണ്ടാകുന്ന പച്ചക്കറികളൊക്കെ വെച്ചിട്ട് കുഞ്ഞു മക്കൾ കച്ചവടം ചെയ്യുന്നത് നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇവിടെ വയലിൻ്റെ കുറച്ച് ഭാഗത്ത് അവർ ഫ്ലവേഴ്സൊക്കെ നട്ടുപിടിപ്പിച്ച്, അതായത് നമ്മുടെ ചെണ്ടുമല്ലിയും വാടാമല്ലിയൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനൊരു ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് എന്താ നാച്ചുറൽ ഫ്ലവർ ഷോ പോലെ നടത്തുന്നുണ്ട്. നല്ല വെയിലാണെങ്കിലും നല്ല രസമുണ്ട്. അല്ലേ സച്ചു? ആണല്ലേ സച്ചു? നേരെ നോക്കാൻ പറ്റില്ല. ഗേൾഫ്രണ്ടിനെ? ആരുടെ ഗേൾഫ്രണ്ടിനെ? അതെല്ലേ, ഗേൾഫ്രണ്ടിനെയൊക്കെ കൂട്ടി ഇതിലെ വരാന്നായി നെൽപ്പാടത്ത് കൂടെ വെയിൽ കൊള്ളിക്കാൻ. ഗൈസ്, ഞങ്ങൾക്ക് ഇതാ അവിടെയാ പോകേണ്ടത്. ഇതാ അവിടെ ഈ പൊട്ടൻ എന്നെ ഇവിടെ കൂടെ നടത്തി നോക്കിക്കേ, വഴിയില്ല, ഒന്നുമില്ല. അത് വേറെ ഏതോ വഴി കൂടെ പോകണ്ടേ. ഞങ്ങൾ ഈ പാടത്തിൻ്റെ നടുവിലാണ് ഗൈസ്. നോക്ക്, കണ്ടാ? ഇവിടെ വാ സച്ചു. വഴി കണ്ടുപിടിക്കാൻ പോയതാ ഗൈസ്. വഴിയില്ല, ഒന്നുമില്ല. ചുമ്മാ അവിടുന്ന് ഇവിടെ വരെ വന്നു. പക്ഷെ ഭയങ്കര രസാ. വാടാ, ഇല്ല വാ, അവര് വഴക്കുറ, ഇങ്ങോട്ട് വാ. വേലി പൊളിച്ചപ്പുറത്ത് പോണെന്നാ പറയണേ. നടക്കുവോ? കൊല്ലങ്കോടിന്റെ ഭംഗി ആസ്വദിക്കുന്ന സച്ചിനെ നോക്കിയേ. എന്റെ സച്ചു ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റി, എന്നാലേ കറക്റ്റ് കളർ ഏതാന്നൊക്കെ മനസ്സിലാവോ? ആണോ? ഇവിടെ നോക്കിയേ, എന്നെ ഏത് കളറിലെ കണ്ണേ? നോക്ക്, എന്തൊരു ഭംഗിയല്ലേ. പൊളിച്ച് അത് നെൽപ്പാടം ഇത്ര ഭംഗിയുള്ളത്. എവിടെ ഹിഡൻ കോറി എന്നല്ല, നോക്കട അവിടെ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. നോക്ക്, ഏത് മരത്തിന്റെ വീട്ടില്? മരത്തിന്റെ വീട്ടിലെങ്കിൽ മരത്തിന്റെ വീട്ടിലെ എല്ലൊക്കെ പോവാ. സച്ചു വെള്ളം, ദാച്ചു വെള്ളം. പൂവേ ചെൻപൂവേ ഉന്മാസം വരും. വയല് വിറ്റ് കാശ് വാങ്ങിക്കും അല്ലേ? ഒരാൾക്ക് എത്ര രൂപ വാങ്ങിയേ ഗൈസ്? നോക്ക്, ഈ വയല് ഇതിൻ്റെ ഇടയിൽ കൂടെ പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഒരാൾക്ക് ഇത്ര പൈസ എന്ന് പറഞ്ഞ് ടിക്കറ്റ് വെച്ചിട്ടാണ് ഇവിടെ കയറ്റി വിടുന്നത് കേട്ടോ. എന്താണേലും കൊല്ലം കുറേ പേരുണ്ട്. ഇന്ന് അവധി ദിവസം ആയതാന്ന് തോന്നുന്നു. ഐ ലവ് കൊല്ലങ്കോട് എഴുതി വെച്ചേക്കുന്നുണ്ടോ? കൊല്ലങ്കോട് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഇഷ്ടമായി. ഐ ലവ് കൊല്ലങ്കോട്. കൊല്ലങ്കോട് കൊള്ളാം.
പെയിന്റ് അടിച്ചല്ലടാ ഇത് കണ്ടോ കണ്ടോ കിട്ടിയിട്ടുണ്ട് പൊക്കോ 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 എനിക്കറിയില്ല. നോക്ക് കറുപ്പൊന്നില്ല നോക്ക് കണ്ടോ കറുപ്പല്ല ചോപ്പ് ഇതെന്ത് കളറ് ഇത് മറ്റേ കുത്തി ആനയെ കണ്ടോ ഗൈസ് ആനയെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആനയെ ഈ ആനയുടെ അടുത്തായിട്ട് തന്നെ അവർ ട്രീ ഹൗസും കൂടെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കയറിയിട്ട് കാണാവുന്നതാണ്. ഞാൻ വെച്ചും കൂടെ വെറുതെ ഒരാവശ്യമില്ലാതെ അതിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി. സച്ചു മനോണ്ണൊന്നും വന്നില്ല കേട്ടോ, ഞങ്ങൾ രണ്ടും മാത്രമാണ് കയറിയത്. പക്ഷേ കയറി കഴിയുമ്പോഴാണ് അറിയുന്നത് അവരെന്തിനാണ് അവിടെ പണിത് വെച്ചിരിക്കുന്നത്. എന്നാൽ വയൽ മൊത്തം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. നമുക്ക് അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് ചുറ്റുമുള്ള വീഡിയോസ് എടുക്കണമെങ്കിൽ എടുക്കാം, ഫോട്ടോസ് എടുക്കണമെങ്കിൽ എടുക്കാം. ഞങ്ങൾ മൊബൈലൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വെറുതെ അതിൻ്റെ മുകളിൽ കയറി ഗോഷ്ടി കാണിച്ച് താഴെ ഇറങ്ങി പോന്നു. പക്ഷേ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് നേരം കണ്ടു. പിന്നെ ഐ ലവ് കൊല്ലങ്കോട് എന്നും പറഞ്ഞിട്ട് ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ. അതിൻ്റെ ചുവട്ടിൽ കുറേ പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പിന്നെ അധികം ആരെയും ഡിസ്റ്റർബ് ചെയ്ത് മാറ്റിവിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നില്ല. ഒരാൾ മാറുമ്പോൾ തന്നെ അടുത്തയാൾ വന്നു ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഒന്നും എടുത്തില്ല, അങ്ങനെ പോന്നു. എന്തൊക്കെ പറഞ്ഞാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ ആ റീലിൽ കാണുന്നതിനേക്കാളൊക്കെ മനോഹരമായിട്ടുള്ള സ്ഥലം. അതെല്ലാം കഴിഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ആ വഴി കൂടെ തന്നെ തിരിച്ചു പോവുകയാണ്. വേറെ ഒന്നല്ല, നമ്മുടെ കുതിരാൻ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണെന്ന് ഞാൻ പറയില്ലേ. അത് എനിക്ക് മാത്രമല്ല, പോകുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രാത്രിയും രാവിലെ രണ്ട് വൈബാണ് കേട്ടോ ഇതിൽ കൂടെ പോകുന്നത്. നിറച്ച് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര രസമാണ് രാത്രി. പകലാണെങ്കിലും നല്ലതാണ്, പക്ഷേ രാത്രി അതിന് വേറൊരു രസമാണ് ഇതിൽ കൂടെ പോകുമ്പം. പിന്നെ ഇനി അടുത്ത യാത്ര എങ്ങോട്ടാണെന്നൊന്നും അറിയില്ല. ഇതുപോലെ പെട്ടെന്നൊരു തീരുമാനമായിരിക്കും. പിറക്കി കെട്ടി എല്ലാം എടുത്ത് അടുത്ത യാത്രയിലേക്ക് നമ്മൾ പോകും. എന്തൊക്കെയാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.